ഹലോ ഫ്രണ്ട്സ്, വെൽക്കം എവരി വൺ. ഐ ആം ഡിയോൺസ്. ക്രിസ്മസ് കാലം വരുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ ക്രിസ്മസ് കേക്കിൻ്റെ മധുരമുള്ള ചിന്തകളായിരിക്കും. എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന കൊമേഴ്ഷ്യൽ കേക്കുകളിൽ അടങ്ങിയിരിക്കുന്ന കൃത്രിമ ചേരുവകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ക്രിസ്മസ് കേക്കിൻ്റെ ഗുണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് കേക്ക് വീട്ടിൽ ബേക്ക് ചെയ്യാൻ വേണ്ട ശരിയായ മൈക്രോവേവ് ഓവൻ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം. വിവിധ തരം മൈക്രോവേവ് ഓവനുകൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. LG, സാംസങ്, പാനസോണിക്, ഹെയർ പോലുള്ള പ്രമുഖ കമ്പനികളുടെ മൈക്രോവേവ് ഓവൻ വിവിധ മോഡലുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മേടിക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വിലക്കുറവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മൈക്രോവേവ് ഓവനാണ് സോളോ മൈക്രോവേവ് ഓവൻ. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും സോളോ മൈക്രോവേവ് ഓവൻ കടയിൽ ലഭ്യമാണ്. ആദ്യമേ തന്നെ പറയട്ടെ, സോളോ മൈക്രോവേവ് ഓവനിൽ ബേക്ക് ചെയ്യാൻ എന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല, ഏത് കമ്പനി ബ്രാൻഡായാലും. ഈ മൈക്രോവേവ് ഓവനിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്ന പോലെ കുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചൂടാക്കാൻ സാധിക്കും, റീഹീറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക. വീട്ടിൽ പ്രായമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഇത് അവർക്ക് പെർഫെക്റ്റ് ഗിഫ്റ്റാണ്. കാരണം ഭൂരിഭാഗം മൈക്രോവേവ് മേടിക്കുന്ന ആളുകൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന് കുക്ക് ചെയ്യും, ഒന്ന് റീഹീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ചൂടാക്കും, പിന്നെ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ ഡീഫ്രോസ്റ്റ് ചെയ്യും. ഇതാണ് ബേസിക് മോഡലായ സോളോയിൽ വരുന്നത്. കേക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. രണ്ടാമത് വരുന്നതാണ് ഗ്രിൽ മൈക്രോവേവ് ഓവൻ. ഇതിൽ സോളോ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമും ഗ്രില്ലും ചെയ്യാൻ സാധിക്കും. LGയോ സാംസങ്ങോ വേൾപൂളോ ഹെയറോ പാനസോണിക്കോ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലും സോളോ പ്ലസ് ഗ്രില്ലുള്ള മൈക്രോവേവ് ഓവൻ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മീനും ഇറച്ചിയും ഗ്രില്ല് ചെയ്യാൻ സാധിക്കും. അതാണ് ഗ്രില്ല് എന്ന് പറയുന്നത്. നിങ്ങൾ നോൺ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഇറച്ചിയും മീനും ഗ്രിൽ ചെയ്തെടുക്കാൻ സാധിക്കും, ഓയിലില്ലാണ്ട്. അങ്ങനെ നമുക്ക് കൊളസ്ട്രോളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കടായിയിൽ അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ നമ്മൾ ചെയ്യുന്ന വറുക്കലും പൊരിക്കലുമെല്ലാം ഓയിലില്ലാണ്ട് ഇതിൽ വറുത്ത് പൊരിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഇറച്ചിയിലും മീനിലൊക്കെ നെയ്യ് ഉണ്ടായിരിക്കും. ഈ നെയ്യിൽ തന്നെ നമുക്ക് ഇറച്ചി മീനൊക്കെ വറുത്ത് പൊരിച്ചെടുക്കാൻ ഗ്രിൽ മൈക്രോവേവിൽ പറ്റും. ഇനി ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാവുമ്മ ജനിച്ചപ്പോൾ മുതൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 1-2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇറച്ചിയിലും മീനിലും ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് വെക്കുക. ആദ്യത്തെ 1-2-3 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് കമ്പയർ ആവും. പിന്നെ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്യാതെ വെറുതെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇറച്ചി മീനും വളരെ ടേസ്റ്റ്ഫുള്ളാണ്. മൈക്രോവേവ് ബ്രാൻഡുകളുടെ ബോക്സിന് പുറത്തോ അല്ലെങ്കിൽ മൈക്രോവേവിൻ്റെ മുകളിലോ ഒരു കപ്പ് കേക്കിൻ്റെ പടം കാണിച്ചതാവും ഈ മൈക്രോവേവ് പ്ലസ് ഗ്രില്ലിൽ. ഒരു കാരണവശാലും ഇതിന് കേക്ക് ബേക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇനി അഥവാ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടായി പോകും. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബിസ്ക്കറ്റ് പോലെ പൊട്ടിച്ച് തിന്നേണ്ടി വരും. ഒരിക്കലും അത് കേക്കായിട്ട് മാറില്ല. മൂന്നാമത് വരുന്ന ടൈപ്പാണ് കൺവെക്ഷൻ മൈക്രോവേവ് ഓവൻ. ഇതിൽ മുൻപ് പറഞ്ഞ സോളോ പർപ്പസും ഗ്രില്ലും എല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ കേക്ക് ബേക്ക് ചെയ്യാൻ 100% പെർഫെക്റ്റ് ആണ്. എല്ലാ ബ്രാൻഡുകളുടെയും ഇത് അവൈലബിൾ ആണ് കേട്ടോ. കേക്ക്, ബിസ്ക്കറ്റ്, പിസ്സ ഇവ 3ഉം ബേക്ക് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് ഈ കൺവെക്ഷൻ മൈക്രോവേവ് ഓവൻ. LG, സാംസങ്, വേൾപൂൾ, പാനസോണിക്, ഹെയർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളുടെയും കൺവെക്ഷൻ മൈക്രോവേവ് ഓവൻ മാർക്കറ്റിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ കപ്പാസിറ്റി സെലക്ട് ചെയ്യണം. ആദ്യം കൺവെക്ഷൻ മൈക്രോവേവ് ഓവനിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കൺവെക്ഷൻ മൈക്രോവേവ് ഓവനിൽ ഒരു ഹീറ്റിംഗ് എലമെൻറ്റും ഒരു ഫാനും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ചൂട് മുകളിൽ നിന്നും താഴെ നിന്നും സൈഡിൽ നിന്നും വരും. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കൊന്ന് പൊന്തി വരും. അതുപോലെ തന്നെ അടിഭാഗം കേക്കിൻ്റെ അടിഭാഗം കരിയില്ല. അതുപോലെ ഒരു ബ്രൗണിഷ് കളർ വരും കേക്കുമേ.
അതുപോലെ തന്നെ കേക്കിൻ്റെ ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇതാണ് ബേക്കിംഗ് പർപ്പസിലൂടെ നടക്കുന്നത്. കേക്കിൻ്റെ ഉൾഭാഗം സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കൺവെക്ഷൻ മൈക്രോവേവിൽ ടെമ്പറേച്ചർ കൺട്രോൾ വളരെ അക്യുറേറ്റ് ആയിരിക്കും. 160 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ഇതിൻ്റെ ചൂട് വേണ്ടത്. അതിൽ പ്രീസെറ്റ് ചെയ്യാൻ പറ്റും. മൈക്രോവേവിൽ നമുക്ക് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചൂട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഈ ക്രിസ്മസ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 160 ഡിഗ്രി തൊട്ട് 180 ഡിഗ്രി വരെയാണ് വേണ്ടത്. ഇത് മൈക്രോവേവ് കൺവെക്ഷൻ ഓവനിൽ വളരെ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ക്രിസ്മസ് കാലം കഴിഞ്ഞാലും ഈ കൺവെക്ഷൻ മൈക്രോവേവിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഓവൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് ലിറ്ററിലാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫാമിലി ആണെങ്കിൽ 20 മുതൽ 25 ലിറ്റർ വരെയുള്ള മൈക്രോവേവ് ഓവനിൽ നമുക്ക് 1/2 കിലോ മുതൽ 1 കിലോ കേക്ക് വരെ ബേക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഏകദേശം അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു മീഡിയം ഫാമിലി 4 മുതൽ 5 പേര് വരെ ഉണ്ടെങ്കിൽ 28 മുതൽ 30 ലിറ്റർ വരെയുള്ള ഓവനാണ് നല്ലത്. 1 കിലോ മുതൽ 1.5 കിലോ കേക്ക് വരെ അതിൽ ബേക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു വലിയ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ 32 ലിറ്ററോ അതിന് മുകളിലുള്ള ഓവനോ ആണ് വേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് മൈക്രോവേവിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളോട് ചോദിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബിലൂടെ കമൻറ്റ് ചെയ്തതിനുള്ള ഗുണം മറ്റുള്ള ആളുകൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എൻ്റെ അടുത്ത വീഡിയോ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് വേണ്ടത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.